പുരുഷന്മാരെക്കാൾ പല്ല് കുറവാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതുകൊണ്ട് മാത്രം നൂറുകണക്കിന് വർഷം പാശ്ചാത്യ ലോകം അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഒരുത്തനും സ്വന്തം ഭാര്യയുടെയോ മകളുടെയോ വായ തുറന്ന് പല്ലെണ്ണി നോക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്ന ഒരു ന്യായ വൈകല്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഇന്ന് ഞാനിപ്പം IMA ഒരു മീറ്റിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവനുസരിച്ച് ഈ IMA മീറ്റിൽ പങ്കെടുക്കുന്ന പല ആളുകളും ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവരോ സ്വന്തം മക്കൾക്ക് ഹോമിയോപ്പതി കൊടുക്കുന്നവരാണ്. ഈ മോഡേൺ മെഡിസിൻ ശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ ഒരു മെത്തേഡാണ്. അതാരുടെയും കുത്തകാവകാശമില്ല, അതൊരു മെത്തേഡാണ്, ശാസ്ത്രീയമായ മനോവൃത്തി. അതനുസരിച്ച് ഇപ്പം ഒരു അതോറിറ്റി പറഞ്ഞാലും ഒരു കർഷകൻ പറഞ്ഞാലും ഇത് സയൻസ് പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ? ആണെങ്കിൽ മാത്രമാണ് അത് സയൻസിൽ സാധുവാകുന്നത്. അല്ലാതെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിരന്ന് നിന്ന് ഭൂമി പരന്നതാണെന്ന് പറഞ്ഞാലും ഭൂമി ഉരുണ്ടിരിക്കും, അല്ലേ? മാറുന്നില്ലല്ലോ. അല്ല, അതും ഇസ്ലാമിൽ പറയുന്നില്ലേ? ഖുർആനിൽ ഗോളശാസ്ത്രത്തെ കുറിച്ച് പറയുന്നില്ലേ? അത് പിന്നെ ബാധിക്കുന്നില്ല. അതിന് മുമ്പേ എത്രയോ മുമ്പ് പോയിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞു ഇതാണ് സംഗതി എന്ന് പറഞ്ഞു. ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് താങ്കൾ ഇക്കാര്യത്തിൽ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ ഡീബങ്ക് ചെയ്തിട്ടുള്ള എല്ലാ സാധനവും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഭ്രൂണശാസ്ത്രം, ഗോളശാസ്ത്രം, ഭൂമി പരന്നാണോ, പിന്നെ പർവ്വതങ്ങൾ മൊട്ടക്കുന്നുകളായിട്ട് ചന്ദ്രനെ പിളർത്തി, ഇതെല്ലാം പരിഹാസ്യമായ കാര്യമാണ്. ഇതൊന്നും മോഡേൺ ഇസ്ലാമിസ്റ്റുകളൊന്നും ഇത് പറയാറ് പോലും ഇല്ല. പരിണാമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇത് തുടങ്ങി വെക്കുന്ന സമയത്ത് പരിണാമം സംബന്ധിച്ച് ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ഭയങ്കര ഘോര ചർച്ചകളുണ്ട്. ഇന്ന് പരിണാമത്തെ അംഗീകരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുണ്ട്, പക്ക ഇസ്ലാമിസ്റ്റുകൾ. ഈ പറയുന്നോണം ഓൺ ദ വേർജ് ഓഫ് അറ്റൈനിങ് ആ ലെവലുള്ള ഇസ്ലാമിസ്റ്റുകൾ പരിണാമത്തെ അംഗീകരിക്കുന്നു. അവസാനം അവർ പറയുന്നത് ഇപ്പൊ എന്താണ്? പഴയ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിലേക്ക് പോയിരിക്കുകയാണ്. പരിണാമം ശരിയാണ്, മൈക്രോ പരിണാമം ശരിയാണ്, അപ്പൊ മാക്രോ പരിണാമം ശരിയാണ്, പക്ഷെ ഗോഡ് ഗൈഡഡ് ഇറ്റ്. ഇത് ഗൈഡ് ചെയ്യുന്ന ആള് ഞമ്മന്റെ ആളാണ്. ഈ രീതിയിലേക്ക് അവർ വന്നിട്ടുണ്ട്. ഞമ്മന്റെ ആള് എന്ന് പറയുന്നത് തമാശ പറയുന്നത്. അപ്പം സാറ് വിശ്വസിക്കുന്നത് എങ്ങനെ ലോകം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോഴും സാറ് ഏത് ലോകം? അതായത് ഇന്ന് ഈ കാണുന്ന ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് സാർ. ഇന്ന് ഈ കാണുന്ന ലോകം ആയിരുന്നില്ല, മുന്നേ ഉണ്ടായിരുന്നെന്ന് സമ്മതിച്ചോ? അല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകം ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ സയൻസ് ബേസസ് യുക്തിവാദം ബേസസ് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും യുക്തിപരമായിട്ട് സംസാരിക്കുന്ന ആളുടെ ദൈവവിശ്വാസം മുന്നോട്ട് ജയിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു യാഥാർത്ഥ്യം അതാണ്. അതായത് ഈ പ്രപഞ്ചം സംബന്ധിച്ചുള്ള എന്താണ് ഇപ്പൊ ഞാൻ താങ്കളോട് തന്നെ തിരിച്ചു ചോദിക്കും. അല്ല, ഈ മനുഷ്യ ഉൽപ്പത്തിയും എന്താ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? പ്രപഞ്ചം എങ്ങനെയുണ്ട്? ഈ പ്രപഞ്ചം ആദ്യം മനസ്സിലാക്കണം. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഭൂമി അല്ലല്ലോ, ഭൂമി അതിനകത്ത് ഒരു തരി പോലും അല്ല, ഒന്നുമല്ല ഭൂമി. ആദ്യം ഒരു സാധനം ഉണ്ടാണല്ലോ, അതെന്താണ് സാർ ആദ്യം ഉണ്ടായത്? ആറ്റമാണോ? എന്താണ് ആദ്യം ഉണ്ടായത്? ഇതെല്ലാം മതബുദ്ധിയാണ്. ആദ്യം അപ്പൊ ആദ്യം ഒന്നുമില്ല, ഇത് ഓൾറെഡി ഉള്ളതാണ് എന്നാണ് സാർ വിശ്വസിക്കുന്നത്? ഉള്ളതിനെ ഉള്ളത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാർ വിശ്വസിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്. ഉള്ളതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല, ഇല്ലാത്തതിനെ ഉണ്ടാക്കാനും കഴിയില്ല. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്നെങ്കിലും ചുമ്മാ ഒരു ഉണ്ടാക്കൽ ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയാം. ഈ ക്യാമറ ഒരാൾ ഉണ്ടാക്കിയത് കറക്റ്റ് അല്ലേ? ആണ്. ക്യാമറ ഒരാൾ ഉണ്ടാക്കിയതല്ലേ? അല്ലേ? ആണ്. അതാണോ ഉണ്ടാക്കൽ? പ്രപഞ്ചം അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, എല്ലാത്തിനും ആരെങ്കിലും ക്യാമറ ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, പിന്നെ റോഡ് ഉണ്ടാക്കി, ബോട്ട് ഉണ്ടാക്കി, പാട്ടുണ്ടാക്കി, ആ ഉണ്ടാക്കലാണോ ഈ പ്രപഞ്ചം ഉണ്ടാക്കല്? എല്ലാത്തിനും ഒരു സൃഷ്ടി എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഈ ഇരിക്കുന്ന കുപ്പിവെള്ളം ആ ബോട്ടില് ഉണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഉണ്ട്. അങ്ങനെ അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ സാധനത്തിനും ഉണ്ടാക്കിയ ഒരു വ്യക്തി, നമ്മൾ ഇരിക്കുന്ന ഈ വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവരെയും ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വം ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കും. ഇതെല്ലാം ഉണ്ടായി വരികയാണെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നതാണ് എന്റെ ഒരു. ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ ഞാൻ സെന്റ് ജൂഡ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. സാർ ചിരിച്ചുകൊണ്ട് നേരിട്ടാലും ഇതിനെനിക്ക് കൃത്യം മറുപടി തരണം. അല്ല, എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ അത് നീ പറയുന്ന മണ്ടത്തരമാണ് എന്ന് സാർ എന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ്, അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റർവ്യൂ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് കൂടുതൽ അറിവുകൾ കിട്ടുക. ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ സംസാരിക്കാൻ അനുവദിച്ചാൽ. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന മോറൽ സയൻസ് ക്ലാസ് ഉണ്ട്, 5-6 ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ടീച്ചർ വന്ന് ചോദിക്കും, ഈ കസേര ഉണ്ടാക്കിയ ആരാണ്? കസേര ഉണ്ടാക്കിയ അശ്വരി അല്ലെ മേശ്വരി.